ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10th പ്രിലിം സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 28ാം ദിവസത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023-24 വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ചോദ്യങ്ങളാണ്. കേരള സർക്കാർ പുറത്തിറക്കിയ പുതിയ പദ്ധതികൾ ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സുകൾ കാണാൻ ശ്രദ്ധിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനികരൻ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ പഞ്ചായത്ത്. സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനികരൻ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ പഞ്ചായത്ത്. ഉത്തരം നൂൽപ്പുഴ പഞ്ചായത്ത്, വയനാട് ജില്ലയിലെ നൂൽപ്പുഴ പഞ്ചായത്ത്. സ്വാഭാവികമായ വനം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വനികരൻ എന്ന പദ്ധതി ആരംഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് നൂൽപ്പുഴ. അടുത്ത ചോദ്യം: 2023 ജനുവരിയിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത്. 2023 ജനുവരിയിൽ കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം സംരക്ഷിത സസ്യമായി പ്രഖ്യാപിച്ചത്. ഉത്തരം നീലക്കുറിഞ്ഞി. ഉത്തരം നീലക്കുറിഞ്ഞി. അടുത്ത ചോദ്യം: യുണൈറ്റഡ് നേഷൻസ് ഹിമാനികളുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം. യുണൈറ്റഡ് നേഷൻസ് ഹിമാനികളുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം. ഉത്തരം 2025. ഉത്തരം 2025. അടുത്ത ചോദ്യം: 2023 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2 ആണ്. 2023 ലോക തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഉത്തരം തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള സമയമാണിത്. തണ്ണീർത്തടങ്ങൾ പുനഃസ്ഥാപിക്കുവാനുള്ള സമയമാണിത്. ഇതാണ് 2023 തണ്ണീർത്തട ദിനം ആയ ഫെബ്രുവരി 2 പ്രമേയം. ഇനി 2024 തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. തണ്ണീർത്തടങ്ങളും മനുഷ്യക്ഷേമവും. അടുത്ത ചോദ്യം: രാജ്യത്തെ 6 നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി. രാജ്യത്തെ 6 നദികളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാരിന്റെ ജലശക്തി മന്ത്രാലയം ആവിഷ്കരിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി. ഉത്തരം പെരിയാർ. ഉത്തരം പെരിയാർ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം: 2023 മാർച്ചിൽ എന്തിനെ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ടാണ് US ഉഭയകക്ഷി പ്രമേയം പാസാക്കിയത്? 2023 മാർച്ചിൽ എന്തിനെ ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ടാണ് US ഉഭയകക്ഷി പ്രമേയം പാസാക്കിയത്? ഉത്തരം മക്മോഹൻ രേഖ. ഉത്തരം മക്മോഹൻ രേഖ. അടുത്ത ചോദ്യം: 2023 മാർച്ചിൽ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന 18ാമത്തെ വന്യജീവി സങ്കേതം. 2023 മാർച്ചിൽ തമിഴ്നാട്ടിൽ നിലവിൽ വന്ന 18ാമത്തെ വന്യജീവി സങ്കേതം. ഉത്തരം തന്തൈ പെരിയാർ. ഉത്തരം തന്തൈ പെരിയാർ. 2023 ലോക വനദിനത്തിന്റെ പ്രമേയം. 2023 ലോക വനദിനത്തിന്റെ പ്രമേയം. ലോക വനദിനം എന്നാണ് മാർച്ച് 21. നോട്ട് ചെയ്യുക, മാർച്ച് 21. 2023 ലോക വനദിനത്തിന്റെ പ്രമേയം വനങ്ങളും ആരോഗ്യവും. വനങ്ങളും ആരോഗ്യവും എന്നതാണ്. 2024 ലോക വനദിനത്തിന്റെ പ്രമേയം വനവും വനനവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരം. വനവും നവീകരണവും മെച്ചപ്പെട്ട ലോകത്തിനുള്ള പുതിയ പരിഹാരം. അടുത്ത ചോദ്യം: ആരവല്ലി പർവ്വതനിരകളെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വനവൽക്കരണ പദ്ധതി. ആരവല്ലി പർവ്വതനിരകളെ സംരക്ഷിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വനവൽക്കരണ പദ്ധതി. ഉത്തരം ആരവല്ലി ഗ്രീൻ വോൾ പ്രൊജക്ട്. ആരവല്ലി ഗ്രീൻ വോൾ പ്രൊജക്ട്.
അടുത്ത ചോദ്യം, ബന്ദിപ്പൂർ പ്രൊജക്ട് ടൈഗർ റിസർവ് നിലവിൽ വന്നതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ഏപ്രിൽ 1 ആചരിച്ചത്? ബന്ദിപ്പൂർ പ്രൊജക്ട് ടൈഗർ റിസർവ് നിലവിൽ വന്നതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2023 ഏപ്രിൽ 1 ആചരിച്ചത്? ഉത്തരം 50. ഉത്തരം 50. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവാ സംരക്ഷണ കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം പെരിയാർ കടുവാ സങ്കേതം. ഉത്തരം പെരിയാർ കടുവാ സങ്കേതം. അടുത്ത ചോദ്യം, മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത്? മികച്ച കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത്? മീനങ്ങാടി. ഉത്തരം മീനങ്ങാടി, വയനാട് ജില്ലയിലെ മീനങ്ങാടി. അടുത്തത്, ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം? സ്വീഡൻ. ഇലക്ട്രിക് മണ്ണ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം സ്വീഡൻ. അടുത്ത ചോദ്യം, ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150ാമത്തെ വാർഷികം. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2024 ജനുവരിയിൽ ആചരിച്ചത്? 150ാമത്തെ വാർഷികമാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് 2024 ജനുവരിയിൽ ആഘോഷിച്ചത്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ GI ടാഗ് ലഭിച്ച ഖച്ചാച്ചി ഖേരക് ഏത് സംസ്ഥാനത്തെ ഫലമാണ്? ഉത്തരം ഗുജറാത്ത്. ഉത്തരം ഗുജറാത്ത്. 2024 ഫെബ്രുവരിയിലെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 80. 2024 ഫെബ്രുവരിയിലെ ഏറ്റവും വലിയ പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ ഇന്ത്യയിലെ ആകെ റംസാർ സൈറ്റുകളുടെ എണ്ണം 80. അടുത്ത ചോദ്യം, പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല? പുതിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല? ഉത്തരം കാസർഗോഡ്. ഉത്തരം കാസർഗോഡ്. അടുത്ത ചോദ്യം, രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല? വയനാട്. രാജ്യത്തെ ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല? വയനാട്. 2024 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം? 2024 ലോക കാലാവസ്ഥാ ദിനം എന്നാണ്, മാർച്ച് 23 അതിൻ്റെ പ്രമേയം ഏതാണ്? ഉത്തരം കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ. കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ. 2023 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? തലമുറകളിലുടനീളം കാലാവസ്ഥാ ജലം എന്നിവയുടെ ഭാവി. അടുത്ത ചോദ്യം, 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള ഗോതമ്പ്? 2024 ഏപ്രിലിൽ GI ടാഗ് ലഭിച്ച ഉത്തർപ്രദേശിൽ നിന്നുള്ള ഗോതമ്പ്? ഉത്തരം ബുന്ദേൽഖണ്ഡ് ഗോതമ്പ്. ബുന്ദേൽഖണ്ഡ് ഗോതമ്പ്. അടുത്ത ചോദ്യം, അരുണാചൽ പ്രദേശിന് സംഗ്നാൻ എന്ന പേര് നൽകിയ ഇന്ത്യൻ അയൽരാജ്യം? അരുണാചൽ പ്രദേശിന് സംഗ്നാൻ എന്ന പേര് നൽകിയ ഇന്ത്യൻ അയൽരാജ്യം? ഉത്തരം ചൈന. ഉത്തരം ചൈന. അടുത്ത ചോദ്യം, 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം? ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ 22 ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ 22 2024 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം എന്താണ്? പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. 2023 ലോക ഭൗമദിനത്തിൻ്റെ പ്രമേയം നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. അടുത്ത ചോദ്യം, 2023 മാർച്ചിൽ ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിൽ വീശിയടിച്ച
കൊടുങ്കാറ്റ്? 2023 മാർച്ചിൽ ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കയിൽ വീശിയടിച്ച കൊടുങ്കാറ്റ്. ഉത്തരം ഫ്രെഡി. ഉത്തരം ഫ്രെഡി. അടുത്ത ചോദ്യം, 2023 മെയ് മാസത്തിൽ ഫിലിപ്പീൻസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്. 2023 മെയ് മാസത്തിൽ ഫിലിപ്പീൻസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്. ഉത്തരം മാവാർ. ഉത്തരം മാവാർ. അടുത്ത ചോദ്യം, 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ്. മോക്ക. 2023 മെയ്യിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് മോക്ക എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ്? യമനാണ്. മോക്ക എന്ന പേര് നിർദ്ദേശിച്ച രാജ്യം യമൻ. അടുത്തത്, 2024 ജനുവരിയിൽ UK-യിൽ വീശിയടിച്ച കൊടുങ്കാറ്റ്. 2024 ജനുവരിയിൽ UK-യിൽ വീശിയടിച്ച കൊടുങ്കാറ്റ്. ഉത്തരം ഹെങ്ക്. ഉത്തരം ഹെങ്ക്. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ മൗറീഷ്യസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്. ബെലാൽ. 2024 ജനുവരിയിൽ മൗറീഷ്യസിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ബെലാൽ. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്. ഇഷ. 2024 ജനുവരിയിൽ ബ്രിട്ടനിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്. ഉത്തരം ഇഷ. അടുത്ത ചോദ്യം, 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ്. 2024 മാർച്ചിൽ ഓസ്ട്രേലിയയിൽ വീശിയടിച്ച ഉഷ്ണമേഖല ചുഴലിക്കാറ്റ്. ഉത്തരം മേഘാൻ. ഉത്തരം മേഘാൻ. 2024 മാർച്ചിൽ ദ്വീപ് രാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ്. ഗമനെ. ഉത്തരം ഗമനെ. 2024 മാർച്ചിൽ ദ്വീപരാഷ്ട്രമായ മഡഗാസ്കറിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഗമനെ. അടുത്ത ചോദ്യം, 2024 മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയടിച്ച ചുഴലിക്കാറ്റ്. 2024 മെയ്യിൽ കെനിയയിലും ടാൻസാനിയയിലും വീശിയടിച്ച ചുഴലിക്കാറ്റ്. ഉത്തരം ഹിദായ. ഉത്തരം ഹിദായ. അടുത്ത ചോദ്യം, 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം. 2024 മെയ്യിൽ പൊട്ടിത്തെറിച്ച ഇന്തോനേഷ്യയിലെ അഗ്നിപർവ്വതം. ഉത്തരം മൗണ്ട് അബു. ഉത്തരം മൗണ്ട് അബു. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന റെയ്ക്ജാൻസ് എന്ന ദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. 2024 ജനുവരിയിൽ അഗ്നിപർവ്വത സ്ഫോടനം നടന്ന റെയ്ക്ജാൻസ് എന്ന ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്ന രാജ്യം. ഉത്തരം ഐസ്ലാൻഡസ്. ഉത്തരം ഐസ്ലാൻഡസ്. അടുത്ത ചോദ്യം, സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്ന പ്രതിഭാസം. സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് കള്ളക്കടൽ പ്രതിഭാസം. ഉത്തരം കള്ളക്കടൽ പ്രതിഭാസം. അടുത്ത ചോദ്യം, പൊതുഗതാഗതത്തിന് റോപ്പ് വേ സേവനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം. പൊതുഗതാഗതത്തിന് റോപ്പ് വേ സേവനം ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരം. ഉത്തരം വാരണാസി. ഉത്തരം വാരണാസി. 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. 100% വൈദ്യുതീകരിച്ച റെയിൽവേ ശൃംഖലയുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഹരിയാന. ഉത്തരം ഹരിയാന. അടുത്ത ചോദ്യം, നദികൾക്കിടയിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ. കൊൽക്കത്ത മെട്രോ. നദികൾക്കിടയിലൂടെയുള്ള യാത്ര പൂർത്തിയാക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽ. ഉത്തരം കൊൽക്കത്ത മെട്രോ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണമനുസരിച്ച് ലോകത്തെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണമനുസരിച്ച് ലോകത്തെ ഏറ്റവും തിരക്കുള്ള എയർപോർട്ടായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം ദുബായ് എയർപോർട്ട്. ഉത്തരം ദുബായ് എയർപോർട്ട്. അടുത്ത ചോദ്യം, വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ.
കുതിച്ചു ചാടുന്ന ചീറ്റ. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിൻ്റെ പുതിയ ലോഗോ കുതിച്ചു ചാടുന്ന ചീറ്റ. അടുത്ത ചോദ്യം, 2024 ജനുവരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം. 2024 ജനുവരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽ പാലം. ഉത്തരം മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക്, അടൽ സേതു പാലം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2023-24 വർഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് പഠിച്ചത്. ചുഴലിക്കാറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ചുഴലിക്കാറ്റിനും ഏത് രാജ്യങ്ങളാണ് പേര് നൽകുന്നതെന്ന് കൂടി പഠിച്ചിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എക്സാം വ്യൂ ഓഫ് പോയിന്റിൽ വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് ഇടാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക്